എന്തുകൊണ്ടാണ് പരാതി കൊടുത്ത് ഇത്ര സമയമായിട്ടും അവനെ അറസ്റ്റ് ചെയ്യാത്തത്? ഒരു കാര്യം എന്തായാലും ഉറപ്പായിട്ടുണ്ട്, ഒളിത്താവളങ്ങൾ പാലക്കാടുണ്ട്. ഒളിത്താവളങ്ങൾക്കകത്ത് മാങ്കൂട്ടങ്ങളുണ്ട്. ഈ ഒളിത്താവളങ്ങൾക്കകത്ത് സാധാരണക്കാരായ പാവപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയെ, കാരണം 2 നേതാക്കന്മാർ സ്ത്രീകളുടെ കണ്ണീര് കേരളത്തിന്റെ മണ്ണിൽ വീഴ്ത്തിയതിനു ശേഷം സുഖമായിട്ട് MLA-മാരായിരിക്കുന്ന ഒരു നാട്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെങ്കിലും ഇത് തീക്കളിയാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നാണമുണ്ടോ ഈ പ്രസ്ഥാനത്തിന്? നാണമുണ്ടോ നിങ്ങൾക്ക്? എന്താണ് കേരളം കാണുന്നത്? എന്താണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളം കേട്ടത്? ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ മാനസികമായി അപമാനിച്ചതിന് ശേഷം ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പ്രശ്നമുണ്ടാക്കരുത്, അദ്ദേഹം കൗൺസിലറാണ് എന്ന് പറഞ്ഞ പോലീസ് അധികാരി പാലക്കാട് ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്, ഈ നിമിഷത്തിലാണ് അറിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് സമയം കുറച്ച് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞാൻ ഇവിടുത്തെ SP-യോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അടിയന്തരമായി ഈ വിഷയത്തിൽ നീതിന്യായ കോടതി അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ SP ഓഫീസിന്റെ മുന്നിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം നിർത്തിയിട്ട് എന്നെ പോലെയുള്ള ആളുകളെ വരുത്തരുത് എന്നുകൂടി സൂചന നൽകാൻ ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്.